കൊറേയായി. എടാ ഇങ്ങോട്ട് വന്നിത് ഒരു കഷ്ടി കണക്കിന് ചെക്കൻ. ഇങ്ങോട്ട് വാടാ. എന്തിത് ഇപ്പൊ കൊറേയായി. എടാ എടാ ഒന്നിനും ചവിട്ട. വിലാസിന് ചേച്ചി, വിലാസിന് ചേച്ചി, പെണ്ണിന്റെ അമ്മടാത്. വീടൊക്കെ കൊള്ളാല്ലേ? നീ വീട് കാണുന്നതാ പെണ്ണ് കാണുന്നതാ? നോക്കണ്ടേ? പോയി ഹോൾബിലേക്കാ. എടാ എന്നാലും ഹോൾബിൽ അടിച്ചേ. എന്തായി ഗോപാല? അതെ, എന്നാ വാ കേറി എനിക്ക് സംസാരിക്കാം. ഇതൊന്നും പിടിച്ചടാ. എടാ ഇതിന്റെ പെണ്ണ പറയണോ? മര കയറുവാണ് ഇങ്ങോട്ട്. കേറിയിരിക്കി. അപ്പൊ ഏത് കേസായിരുന്നു നമ്മൾ പറഞ്ഞത്? അതൊരു തൂപ്പു അല്ല കരണ്ട പോലായിരുന്നത്. അയ്യോ, ഇത് കോടീശ്വരനാ. മറ്റേ ഫോറിലൊക്കെ പെൻഷനുള്ളവൻ. ഇതാണോ പയ്യൻ? അതെ, എന്റെ മോനാ. അതെ, അന്ന് ഞാൻ അച്ചുമോളെ വിളിക്കട്ടെ കേട്ടാ. ഇതാണോ മോൻ? ഞാൻ അച്ചുമോളെ വിളിക്കട്ടെ കേട്ടാ. പെണ്ണിന്റെ വീട്ടിൽ എത്ര ദിവസം പറയാ? നീ 35, 22 പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ കളറെന്ന് വിചാരിക്കും. അതിന്റെ 22 കുറച്ചുകൂടെ മര്യാദ ഇംപ്രസ് ആയിട്ട് ഇരിക്കണം. നീ സ്റ്റൈലായിട്ട് വരച്ച് അത് കല്യാണം ഇങ്ങനെ മതി. ഇംപ്രസ് ആക്കി ഇരിക്കണൊക്കെ നോക്കിയാൽ മതി. സ്റ്റൈലായിട്ട് ഇരിക്കേ. പഴയ ആൾക്കാർ ന്യൂജാണ്ടിരിക്കേ. മതിയാ മതി. എന്നെ നോക്കിയല്ല, അപ്പൊ നമ്മളെ ഇരിക്കണം. അങ്ങനെ വേണം കുറച്ചുള്ളൂ. മനസ്സിലായില്ല? പിന്നെ മര്യാദക്കൊക്കെ സംസാരിക്കണം. അത് നാളെ എന്ത് ചെയ്യണ പണ്ടെങ്ങാ ഞാൻ തിരിക്കണേ. ചേട്ടാ എന്നോ കളിയാക്കണ മര്യാദ. നീ നല്ല കുട്ടനല്ലേ? കുട്ടനല്ലേ? കുട്ടല്ലേ? ബെൽസാക്കണ്ട പറയണേ. മറ്റേ പാനിക്കട നല്ല പറയണത് കേട്ടില്ല? മര്യാദ വേണ്ടിക്കൊള്ളണം. വാടകയ്ക്ക് എടുത്തേക്കണായിരിക്കും. പിന്നെ ഇത് ഒറിജിനൽ ഡൂക്ക് മോളെ. നമ്മ കെട്ടിത്തരാം. ചെറുക്കനൊന്നും വന്ന് കാണട്ടെ. നല്ല ചെറുക്കനാ മോനെ. അമ്മ കെട്ടിത്തരാം. നോക്കട്ടെ, സൂപ്പർ ആയിട്ടുണ്ട്. ചേട്ടനെ കാണണ്ടേ? വാ. മോനെ എടുക്ക്. ഇവിടെ എന്തായാലും മാങ്കോസ്റ്റാണ്. എന്താ ചെയ്യണേ? എന്നിട്ട് ഭാവി ജോലി എന്താണെന്ന്? എനിക്ക് 4 റിസർവ് ബാങ്ക് ഉണ്ട്. ഇപ്പൊ പുതിയത് വരണല്ലോ. ബാക്കി തുടങ്ങാൻ പോകുന്നു. എന്ത് റിസർവ് ബാങ്ക്? 4 എസ്റ്റേറ്റ് ഉണ്ട്. ഒരു ഫാം ഹൗസും. നെടുമ്പാശ്ശേരി. ഒരു കുഴപ്പമില്ല മോനെ. മോനെ എന്തെങ്കിലും സംസാരിക്കാൻ നീ സംസാരിച്ചോ? സംസാരിക്കാല്ലേ? സംസാരിക്കാതെ പോയിട്ട് സംസാരിച്ചോ? ഇതൊക്കെ നാട്ടുകാർക്കല്ലേ? സംസാരിച്ചോ? ഞാൻ സംസാരിച്ചോ? ഇവര് സംസാരിക്കാനുണ്ടെന്ന് പറയാം. പേരെന്താന്ന് പറഞ്ഞേ? ഇവന്റെ പേര് ഉണ്ണിന്നാ. ശരിക്കുള്ളവര് ഉണ്ണിക്കുട്ടാന്ന് നാട്ടിലൊക്കെ വിളിക്കുന്നവനെ. അതെ, കുട്ടന്റെ ഒരു ലുക്കുണ്ട്. മോൻ സംസാരിക്കുമ്പോ നാക്കിനൊരു കൊഴപ്പ്. നാട്ടിൽ എന്റെ നടുപ്പ് പറഞ്ഞ നാട്ടുകാർ അത് കെട്ടിന് കഴുത്തിട്ട് കെട്ടി വീണത് അവന്റെ. അതൊന്നും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മോനെ. അതൊക്കെ ഇപ്പോഴത്തെ കാലം നോക്കാറൊന്നുമില്ല. അതൊന്നും കുഴപ്പമില്ല അല്ലേ മോളെ? കയ്യില് പൈസ ഉണ്ടായ പോലെ.
പൈസ ഇല്ലാതെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കേ? അതെന്താ ആന്റി കൊത്തൊന്നും സംസാരിക്കാത്തെ? സംസാരിക്കും മോനെ. നാട്ടിലെ പിള്ളേരൊക്കെ സംസാരിക്കും. അതെ നാട്ടിലൊന്നും സംസാരിക്കാൻ സംസാരിക്കാനേ സംസാരിച്ചോ. അവൻ നമുക്ക് മാറിയില്ല അല്ലേ? അതെ അവിടെ പോയി സംസാരിച്ചു. അതെ പുറത്തോട്ടോ. നിക്കണ്ടില്ലേ കൊടവേറെ എന്റെ അമ്മോ. എന്താ പറഞ്ഞു ചോദിച്ചു? പേരെന്താ? പേര് അഞ്ജലി ദീപി. അപ്പൊ രണ്ട് തന്തയുണ്ടോ? രണ്ട് തണ്ടൊന്നുമില്ല, വീട്ടുപേരാണ്. അപ്പൊ വീവി ഒരു വീയും മറ്റേ വലിയ പറമ്പിൽ. വലിയ പറമ്പ്. ആ പത്തന്റെ പേര് വാസുദേവൻ നായർ. വാസുദേവൻ. അല്ല നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് അന്തലി ഉണ്ണിന്നാക്കിയല്ലോ. ഏയ് ഞാൻ എന്റെ അച്ഛന്റെ പേര് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. എത്ര വയസ്സുണ്ട്? എനിക്ക് കഴിഞ്ഞ വർഷം 34. അല്ല പേരൊക്കെ എന്താ? ഞാൻ ഈ വർഷത്തെ ആധാർ കാർഡ് തിരിച്ച് 34 ആക്കിയിട്ടുണ്ട്. കൊടവേരൊക്കെ കുറയോ? ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്. പക്ഷെ ഇത് പറയുന്നേക്കാളും കൂടുതൽ നാണോ കൂടെ. അല്ല നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് ജിമ്മിലൊക്കെ പോയോ? എന്താ ആവശ്യം? വേണമെങ്കിൽ കുറച്ചാ മതി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല അങ്ങനെ അങ്ങനെ പറയില്ല, നമുക്ക് ഒരു വീട്ടൊക്കെ വേണ്ട. എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട്. 5 ബെസ്റ്റികളുടെ ഒപ്പം ഞാൻ പുറത്തു പോകും. ഒന്നും വിഷയമില്ലല്ലോ? എനിക്കതൊന്നും കൊതക്കൂല. എന്നെ ഇത് കൊതക്കുണ്ടായിരുന്നു. എന്തിനു? അല്ല എന്താ വൈഫൈ ഒക്കെ അങ്ങനെ വരുന്നേ. വേണ്ട. അന്തലി ഒരു ഉമ്മ തരൂ. ഉമ്മ നിനക്കിത് എവിടെ സ്ഥലത്ത് തന്നെയുള്ള പരിപാടിയാ പാവം. ഇനി എവിടെ കൊണ്ടുപോട്ടോ നീ? ഒരു ഉമ്മ വാ